ബ്ലാക്ക് നൈറ്റ് ഒരു അന്യഗ്രഹ നിർമ്മിത കൃത്രിമ ഉപഗ്രഹം. പരസ്യമായ അതിലേറെ രഹസ്യമായ ഒരു കണ്ടുപിടുത്തം. ഇതൊരു കോൺസ്പിറസി തിയറി ആയിട്ടും വേണമെങ്കിൽ നമുക്ക് പറയാം. ബ്ലാക്ക് നൈറ്റ് എന്ന് പേരിട്ട ഈ സാറ്റലൈറ്റിന് ഏകദേശം 13,000 വർഷം പഴക്കമുണ്ട്. ഭൂമിയെ നിരീക്ഷിച്ച് ബലം വെച്ചുകൊണ്ടിരിക്കുന്ന ഇവനാണ് നാസയുടെ ഏറ്റവും പ്രധാനിയായ നോട്ടപ്പുള്ളി. 1950കളിലെ ഇതിനെപ്പറ്റി പല മാധ്യമ വാർത്തകളും പുറത്തു വന്നു. റഷ്യൻ ചാര ഉപഗ്രഹമാണെന്നും അഭ്യൂഹങ്ങളും പരന്നു. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ബഹിരാകാശ വസ്തുക്കളുടെ കൂട്ടത്തിൽ ബ്ലാക്ക് നൈറ്റ് മുൻപന്തിയിലുണ്ട്. ലോകവ്യാപകമായ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ പഠനമനുസരിച്ച് ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് വരെ ബ്ലാക്ക് നൈറ്റ് റേഡിയോ സിഗ്നൽസ് അയച്ചിരുന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ബ്ലാക്ക് നൈറ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേക താൽപ്പര്യം കാണിച്ചിരുന്നു. കണ്ടുപിടുത്തത്തിന് ശേഷം സ്വീഡൻ പോലുള്ള രാജ്യങ്ങളും ഇതിൻ്റെ പുറകെ കൂടി. കൂട്ടത്തിൽ ബിരുദനായ ഒരു ഹാം റേഡിയോ ഓപ്പറേറ്റർ ഉപഗ്രഹത്തിൽ നിന്ന് ലഭിച്ച സിഗ്നലുകളെ ഡീകോഡ് ചെയ്തു. തുടർന്ന് നടന്ന പഠനങ്ങളിലൂടെ ഒരു സ്റ്റാർ ചാർട്ട് ഉണ്ടാക്കുകയും അതിലൂടെ എപ്സിലോൺ ബ്യൂട്ടിസ് എന്ന നക്ഷത്രക്കൂട്ടത്തിൽ നിന്ന് 13,000 വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ടതാണ് ഈ ഉപഗ്രഹം എന്ന് മനസ്സിലായി. ബ്യൂട്ടസ് നക്ഷത്ര വ്യൂഹത്തിലെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 2 നക്ഷത്രങ്ങളെയാണ് എപ്സിലോൺ ബ്യൂട്ടിസ് എന്ന് പറയുന്നത്. ഇസർ എന്നും പുൽക്കരിമ എന്നും ഇവയ്ക്ക് പേരുകളുണ്ട്. ഇസർ അറബിയും പുൽക്കരിമ ലാറ്റിനും വാക്കുകളാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇവയെ കാണാനാവുമെങ്കിലും വേർതിരിച്ച് കാണണമെങ്കിൽ ടെലസ്കോപ്പ് ആവശ്യമാണ്. അഭിപ്രായങ്ങളും തർക്കങ്ങളും പലതും ഉണ്ടായി. നിക്കോള ടെസ്ല 1899 ഈ ഉപഗ്രഹത്തെ കണ്ടെത്തിയിരുന്നെന്നും ഒരു ഹൈ വോൾട്ടേജ് റേഡിയോ ഡിവൈസ് ഉണ്ടാക്കി ഉപഗ്രഹത്തിൽ നിന്ന് ലഭിച്ച സന്ദേശങ്ങളെ ഡീകോഡ് ചെയ്തു എന്നും മറ്റും പല അഭ്യൂഹങ്ങളും പരന്നു. 1930കളിൽ പല രാജ്യങ്ങളിൽ നിന്നും ബ്ലാക്ക് നൈറ്റിൽ നിന്നുള്ള അപരിചിത സിഗ്നലുകൾ കിട്ടി എന്ന് പറഞ്ഞ് പല ആസ്ട്രോണമേഴ്സും റിപ്പോർട്ട് ചെയ്തിരുന്നു. 1957 വെനസ്വേല കമ്മ്യൂണിക്കേഷൻ മിനിസ്ട്രിയിലെ ഡോക്ടർ ലൂയിസ് കോൾറസ് സ്പുട്നിക് 2 ചിത്രമെടുക്കുന്നതിനിടെ അവിചാരിതമായി ബ്ലാക്ക് നൈറ്റ് ആദ്യമായി ക്യാമറയിൽ പതിഞ്ഞു. അപരിചിത വസ്തു സ്പുട്നിക് 1 or 2 അല്ല എന്ന് മനസ്സിലായ ഡോക്ടർ അതിനെ നിരീക്ഷിച്ചു. സ്പുട്നിക് ഉപഗ്രഹങ്ങൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കിലേക്ക് ഭൂമിയെ വലം വയ്ക്കുമ്പോൾ ബ്ലാക്ക് നൈറ്റ് നേരെ വിപരീത ദിശയിലാണ് ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. പോളാർ ഓർബിറ്റിൽ ഒരു ഉപഗ്രഹം എത്തിക്കുവാനുള്ള സാങ്കേതിക മികവ് അന്ന് റഷ്യയ്ക്കോ അമേരിക്കയ്ക്കോ ഇല്ലായിരുന്നു. അതിനാൽ ബ്ലാക്ക് നൈറ്റ് മനുഷ്യനിർമ്മിതമല്ല എന്ന് ഉറപ്പായിരുന്നു. പിന്നീട് 1960ലാണ് ആദ്യമായി പോളാർ ഓർബിറ്റിൽ ഒരു മനുഷ്യനിർമ്മിത ഉപഗ്രഹം എത്തുന്നത്. പോളാർ ഓർബിറ്റ് എർത്തിങ് മാപ്പിംഗ്, എർത്ത് ഒബ്സർവേഷൻ മുതലായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് നൈറ്റും നിരീക്ഷണ ഉപഗ്രഹമാണെന്ന് മനസ്സിലായി. പക്ഷേ ആരയച്ചു, എങ്ങനെ അയച്ചു, എന്തിനയച്ചു എന്ന ചോദ്യങ്ങൾ മാത്രം ബാക്കിയായി. 1960ൽ ബ്ലാക്ക് നൈറ്റ് വീണ്ടും പോളാർ ഓർബിറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. ശാസ്ത്രജ്ഞർ ബ്ലാക്ക് നൈറ്റിൻ്റെ ഭാരം ഏകദേശം 10 ടൺ ഉണ്ടാവും എന്ന് കണ്ടെത്തി. ആ സമയത്ത് ഭൂമിയെ വലം വയ്ക്കുന്ന ഏറ്റവും ഭാരം കൂടിയ കൃത്രിമ ഉപഗ്രഹം ബ്ലാക്ക് നൈറ്റ് ആയിരുന്നു. മറ്റു മനുഷ്യനിർമ്മിത ഉപഗ്രഹങ്ങളേക്കാൾ ഇരട്ടി വേഗതയിലാണ് ബ്ലാക്ക് നൈറ്റ് ഭൂമിയെ വലം വെച്ചുകൊണ്ടിരുന്നത്. സെപ്റ്റംബർ 3, 1960, അതായത് ഈ ഉപഗ്രഹത്തെ ആദ്യമായി ഒരു റഡാർ ട്രാക്ക് ചെയ്തതിന് 7 മാസങ്ങൾക്ക് ശേഷം ഗ്രൂമാൻ എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ അവരുടെ ലോങ് ഐലൻഡിലുള്ള ട്രാക്കിംഗ് ക്യാമറ വഴി ബ്ലാക്ക് നൈറ്റിൻ്റെ ഫോട്ടോ എടുത്തു. മറ്റു ഉപഗ്രഹങ്ങളുടെ ഭ്രമണദിശയ്ക്ക് വിപരീതമായി കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ചുവന്ന പ്രകാശമായി ബ്ലാക്ക് നൈറ്റിനെ കാണാനാവും. പഠനഫലങ്ങളൊന്നും തന്നെ ഗ്രൂമാൻസ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ പുറത്തുവിട്ടിട്ടില്ല. 1963 ഗോർദൻ കൂപ്പർ ബഹിരാകാശത്തേക്ക് അയക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അവസാന ഓർബിറ്റിൽ തൻ്റെ സ്പേസ് ക്രാഫ്റ്റിൻ്റെ നേർക്ക് വരുന്ന പച്ചപ്രകാശമുള്ള തിളങ്ങുന്ന വസ്തുവിനെപ്പറ്റി ഓസ്ട്രേലിയയിലുള്ള ഒരു ട്രാക്കിംഗ് സ്റ്റേഷനിൽ കൂപ്പർ റിപ്പോർട്ട് ചെയ്തു. ട്രാക്കിംഗ് സ്റ്റേഷൻ അപരിചിതമായ വസ്തുവിനെ റഡാറിൽ ട്രാക്കും ചെയ്തു. NBC ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുവെങ്കിലും കൂപ്പർ മടങ്ങി വന്നതിന് ശേഷം അദ്ദേഹവുമായി സംസാരിക്കുന്നതിൽ നിന്നും അധികൃതർ തടഞ്ഞു നിർത്തി. നാനാഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നപ്പോൾ കൂടിയ കാർബൺ ഡയോക്സൈഡ് ലെവലിൻ്റെ ഫലമായി കൂപ്പർക്ക് ഹാലൂസിനേഷൻ ഉണ്ടായതാണ് കൂപ്പർ കണ്ട കാഴ്ച കാരണം എന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം. എന്തായാലും ബ്ലാക്ക് നൈറ്റ് തന്നെയാണ് ഇന്നും ശേഖരിച്ച വിവരങ്ങൾ എല്ലാം പൊതുജനങ്ങളിൽ നിന്ന് മറച്ചു വച്ചിരിക്കുകയാണ് ഇന്നും. ഒരു ചോദ്യത്തിനും പഠനവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വ്യക്തികൾ ഉത്തരം നൽകുന്നില്ല. ബ്ലാക്ക് നൈറ്റ് ആരുടെ ഉപഗ്രഹമാണ്? മനുഷ്യവംശത്തിനെപ്പറ്റി പഠിക്കാൻ അന്യഗ്രഹികൾ സ്ഥാപിച്ചതായിരിക്കുമോ? നമ്മളുമായി ആശയവിനിമയം നടത്താൻ ബ്ലാക്ക് നൈറ്റ് ശ്രമിച്ചിട്ടുണ്ടാകുമോ? അറിയാതെ നാം ആ കമ്മ്യൂണിക്കേഷൻസ് നിരാകരിച്ചിട്ടുണ്ടാകുമോ? നമ്മുടെ പൗരാണിക നേട്ടങ്ങളിൽ ബ്ലാക്ക് നൈറ്റിന് പങ്കുണ്ടാകുമോ? എല്ലാം മറന്നെങ്കിൽ പുറത്തു വരും. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.